കഴിഞ്ഞ ദിവസം തന്നെ വൈകുന്നേരം 6 മണിയോടുകൂടി തന്നെ ഈ ഒരു വാർത്ത വന്നിരുന്നു. സൂപ്പർ ശരണ്യെ രക്ഷപ്പെടുത്തി എന്നൊരു വാർത്തയായിരുന്നു. സൂപ്പർ ശരണ്യ എന്ന് തന്നെയാണ് ഇന്ന് കേരളം ആ ശരണ്യെ വിളിക്കുന്നത്. കാരണം 4 ദിവസം ട്രക്കിങ്ങിനായി പോയി വഴിതെറ്റിപ്പോയി അകപ്പെട്ട് അവിടെ ഒരു അരുവീതി അടുത്ത് ഇരുന്ന് സ്വയം 4 ദിവസം തള്ളി നീക്കി തിരിച്ചു വരുമ്പോൾ മറ്റ് ക്ഷീണമോ ഒന്നും തന്നെ ഇല്ലാതെ സൂപ്പറായിട്ട് വന്ന സൂപ്പർ ശരണ്യെ ഇന്ന് കേരളം പുകഴ്ത്തുകയാണ്. പക്ഷേ ചില സംശയങ്ങൾ അപ്പോഴും ചിലർക്കുണ്ട്. സൂപ്പർ ശരണ്യ വലിയ സാഹസിക നിറഞ്ഞ അതിശക്തമായ മനസ്സിനുടമയൊക്കെ തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഇത്തരത്തിൽ ട്രക്കിംഗ് ചെയ്യുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നിലയിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില സമൂഹ മാധ്യമങ്ങളിൽ ചില വീഡിയോകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കർണാടകയിലെ കുടക് വനമേഖലയിൽ ട്രക്കിങ്ങിനിടെ കാണാതായി 4-ാം ദിവസം കണ്ടെത്തപ്പെട്ട മലയാളി യുവതി ശരണ്യ നാദാപുരത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ചെത്തി. പുലർച്ചെ 1 മണിയോടെ ഈയങ്കോട്ടെ വീട്ടിലെത്തിയ ശരണ്യെ സ്വീകരിക്കാൻ മാതാപിതാക്കളും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു. കൊടുംകാട്ടിൽ ഒറ്റപ്പെട്ടു പോയ 4 ദിവസത്തെ അതിജീവനത്തിന് ശേഷവും തന്റെ യാത്രാപ്രേമത്തിന് മാറ്റമില്ല എന്നും ട്രക്കിംഗ് ഇനിയും തുടരുമെന്നുമാണ് വീട്ടിലെത്തിയ ശരണ്യ പ്രതികരിച്ചത്. മകളുടെ ആഗ്രഹങ്ങൾക്ക് തടയില്ല എന്ന് മാതാപിതാക്കളും വ്യക്തമാക്കിയതോടുകൂടി വൈകാരികമായ നിമിഷങ്ങൾക്കാണ് നാദാപുരം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ തടയന്റെ മോൾ മലയിൽ 4 ദിവസം കുടുങ്ങിയ നാദാപുരം സ്വദേശിയായിട്ടുള്ള ശരണ്യയുടെ വാക്കുകളിൽ തനിക്ക് സംശയമുണ്ട് എന്നാണ് പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ആരെയും ഇവിടെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ നാളെയും ചില യുവാക്കൾ ഒരുപക്ഷെ ട്രക്കിങ്ങിനായി ഇറങ്ങി ചെല്ലുമ്പോൾ ശരണ്യ എന്നത് അവരൊരു മാതൃകയാക്കും. മാത്രമല്ല 4 ദിവസവും അവിടെ സുരക്ഷിതയോടുകൂടി കഴിയാം, അങ്ങനെ വഴിതെറ്റി പോയാലും സാരമില്ല, ഇത്തരത്തിൽ സുരക്ഷയായി കഴിയാം എന്ന് വിചാരിച്ച് ഒരുപക്ഷെ തെറ്റായ വഴിയിലേക്ക് അവർ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ശരണ്യയ്ക്കുണ്ട്. എൻ്റെ സംശയങ്ങൾ മാത്രമാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരണ്യ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടെന്നും അതിജീവിക്കാൻ ശ്രമിച്ച ഒരാളുടെ മാനസികാവസ്ഥയല്ല ശരണ്യയുടേത് എന്നുമാണ് ഹസൻ ഖാൻ പറഞ്ഞത്. ശരണ്യയുടെ അഭിമുഖത്തിൽ തനിക്കുള്ള സംശയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പാങ്ങോട് പക്ഷി സങ്കേതത്തിൽ വഴിതെറ്റി 4 മണിക്കൂർ പെട്ടുപോയതാണ് എന്നും അന്നുണ്ടായ പരിഭ്രാന്തി തനിക്ക് അറിയാമെന്നും ഹസൻ ഖാൻ പറയുന്നു. രാത്രിയാകുമ്പോൾ കാടിന്റെ ഭാവവും രൂപവും ഒക്കെ മാറും. ഭീകരതയാണ്. എത്ര പേടിയില്ല എന്ന് പറഞ്ഞാലും കാട്ടിൽ ജീവിക്കുക ഭീകരമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ശബ്ദം വെച്ചോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചോ അടുത്ത ദിവസം എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. പക്ഷെ ശരണ്യയുടെ കാര്യത്തിൽ ഇതുണ്ടായില്ല എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കാലുവേദനയായതിനാൽ അവിടെ വിശ്രമിച്ചു എന്നാണ് ശരണ്യ പറഞ്ഞത്. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടും കാടാണ്. ഡ്രോൺ നോക്കി 2-ാം ദിവസവും അവിടെ തന്നെ താമസിച്ചു. 3-ാം ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു. അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയല്ല ശരണ്യയുടേത്. പറയുന്നതിനെ ബന്ധപ്പെടുത്താൻ സാധിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാകരുത് എന്നും ഷെയ്ഖ് ഹസൻ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പക്ഷേ ശരണ്യയ്ക്ക് അത് പറയാനുള്ള താല്പര്യമില്ലായിരിക്കാം. താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നമുക്ക് കുത്തി നോവിച്ച് പറയാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. പക്ഷെ പറയുന്നത് നല്ലതായിരിക്കും. കാരണം കാണുന്ന എല്ലാവരും മണ്ടന്മാരല്ല എന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഹസൻ ഖാന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 500 ml ഒരു ബോട്ടിൽ വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു അരുവിയുടെ സൈഡിൽ ഉണ്ടായിരുന്നത് തന്നെ വെള്ളം അവിടുന്ന് കുടിച്ചു എന്ന് ഒരുപക്ഷെ വിചാരിച്ചേക്കാം. 2 ആഴ്ചത്തോളം ഒക്കെ തന്നെ ഭക്ഷണം കഴിക്കാതെയൊക്കെ നിൽക്കാം. കാരണം ശരണ്യ കൃത്യമായി നോമ്പ് നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഭക്ഷണമൊന്നും ഇല്ലാതെ നിൽക്കാൻ കഴിഞ്ഞത്, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലാതിരുന്നത് എന്ന് ശരണ്യ പറയുന്നുണ്ട്. എന്തായാലും ഹസൻ ഖാന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ശരണ്യെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ശരണ്യ തിരിച്ചു വന്നു. ഷീസ് എ ബോൾഡ് ഗേൾ, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പുള്ളിക്കാരിയെ റെസ്ക്യൂ ചെയ്ത് പത്രക്കാർക്ക് കൊടുത്ത ആ ഒരു അഭിമുഖത്തിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാനും പാങ്കോട്ട് പക്ഷി സങ്കേതം എന്ന് പറഞ്ഞൊരു പക്ഷി സങ്കേതമുണ്ട്. ഒരു 4-5 മണിക്കൂർ ഞാൻ പെട്ടുപോയതാണ്, കോടയൊക്കെ വന്നിട്ട് വഴി തെറ്റിയിട്ട്. അപ്പോൾ അന്ന് ഉണ്ടായ എനിക്കൊരു പരിഭ്രാന്തി എനിക്കറിയാം. അല്ലെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്ത് കാട്ടിലോ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്കോ വഴി തെറ്റി ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെല്ലാവരും ഇത് കേൾക്കണം. ഞാൻ എൻ്റെ ഡൗട്ട്സ് റേസ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം. വേറൊരു സാധനങ്ങളും പുള്ളിക്കാരുടെ ഇല്ല. 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്നറിയാം. രാത്രി ആയി കഴിയുമ്പോഴേ കാടിൻ്റെ ഭാവം മാറും. പലർക്കും അറിയാം, ഭീകരതയാണ് ഭീകരത. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് നമുക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ഫസ്റ്റ് നൈറ്റ് 6:30 ഏതോ ഒരു അരുവിയുടെ സൈഡിലെത്തി അവിടെ സ്റ്റേ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, എങ്ങനെങ്കിലും സ്റ്റേ ചെയ്തെന്ന് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും? ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. സൗണ്ട് വെച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ. ശരണ്യ പറഞ്ഞ ഉത്തരവുണ്ട്, എനിക്ക് കാലുവേദനയായിരുന്നു, അതുകൊണ്ട് ആ ദിവസവും ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടും കാടാണ്. അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്തു ശരണ്യ. നെക്സ്റ്റ് ഡേ
ഡ്രോൺ വരുമോ എന്ന് നോക്കിയിരുന്നെന്ന്. ആ ദിവസവും പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തെന്നാണ് പറയുന്നത്, കൊടുങ്കാടിനകത്ത്. 3-ാമത്തെ ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു പോലും, ഡ്രസ്സൊക്കെ വെറ്റായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു. 4-ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരിക്കലും ഒരു സർവൈവൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല ശരണ്യയ്ക്ക്. അതിനകത്ത് എന്തൊക്കെയോ മിസ്സിങ് ഡോട്ട്സ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പറയാൻ ഒരാൾക്ക് താല്പര്യമില്ലേ നമുക്ക് പറയിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺസാണ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാവരുത്. കാരണം ഒരുപാട് ട്രക്കിംഗ് ചെയ്താണ് ഞാൻ, ഒരുപാട് ട്രക്കിംഗ് ചെയ്യുന്നവർ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അതിനകത്ത് ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിച്ചിരിക്കുന്നത് 3 ദിവസം ഈസിയാണ് കാട്ടിനകത്ത് സ്റ്റേ ചെയ്യാൻ, വളരെ സിമ്പിളാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 3 ദിവസം ഭക്ഷണമില്ല, ഓർക്കണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഭക്ഷണമില്ല 2 ആഴ്ച വരെ ജീവിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ക്ഷീണമൊന്നും ശരണ്യയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ മിസ്സിങ് ഡോട്ട്സ് ഉണ്ട്. എനിക്ക് വന്ന സംശയങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ട്രക്കിംഗ് ഹൈക്കിംഗ് പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ ഗ്രൂപ്പായിട്ട് പോവുക, സേഫായിട്ട് പോവുക, തിരിച്ചു വരിക. ഏതെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നത് പോലെയല്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു റിലീഫുണ്ട്. ആ റിലീഫൊന്നും ഞാൻ ഈ റെസ്ക്യൂ ചെയ്ത ആളുടെ മുഖത്തൊന്നും കണ്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി 1/2 ലിറ്റർ വെള്ളമേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞത്. ക്ഷീണമൊന്നും ഞാൻ കണ്ടില്ല. സോ നമുക്കിത് ചർച്ച ചെയ്യാം. ഓപ്പൺ ടു യു. ഭക്ഷണമില്ലാതെ 3 ദിവസം കാട്ടിൽ കഴിഞ്ഞതിന്റെ ക്ഷീണമൊന്നും ശരണ്യയുടെ മുഖത്തില്ല എന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ശരണ്യയുടെ വാക്കുകളിൽ ശാസ്ത്രലേഖകൻ വിജയകുമാർ ബ്ലാത്തൂരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തടിയന്റെ മോൾ പീക്ക് സന്ദർശിച്ച ചിത്രം സഹിതമാണ് വിജയകുമാർ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അവിടെ വഴിതെറ്റാനുള്ള കാരണം എന്തെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. എങ്കിലും ഇത്രയും മൃഗങ്ങൾ ഉള്ള ഇടത്ത് 4 ദിവസം കാട്ടിൽ അവർ കഴിഞ്ഞു എന്നത് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. വിശ്വസിക്കാൻ അല്പം പ്രയാസവുമുണ്ട് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. പുൽമേടിലെത്തിയാൽ അവരന്വേഷിക്കുന്നവരെ കാണാൻ അത്ര പ്രയാസമുള്ളതല്ല. ഒരു രാത്രി കാട്ടിൽ കുടുങ്ങുന്നത് മനസ്സിലാക്കാം. എങ്ങോട്ട് നടന്നാലും 10-12 കിലോമീറ്റർ നടന്നാൽ പുറത്ത് കടക്കാൻ പറ്റുന്നത്രേ ഉള്ളൂ അവിടെ. എന്താണ് സംഭവിച്ചതെന്ന് ശരണ്യ പറയുന്നത് വരെ കാത്തിരിക്കാം എന്നാണ് അദ്ദേഹം എഴുതിയത്. ഇത്രയും ആരോഗ്യമുള്ള അവർക്ക് അവിടെ നിന്ന് വഴി കണ്ടെത്താൻ ഇത്ര ദിവസം വേണ്ട, 3 ദിവസം കാട്ടിൽ എന്നതിൽ എന്തോ ഒരു പന്തികേട് പോലെ എന്നും അദ്ദേഹം സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇരുവരുടെയും വാദങ്ങളെ അനുകൂലിച്ചും എതിർത്തും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകളും നിറയുന്നുണ്ട്. എന്തായാലും കൊച്ചി ഇടപ്പള്ളിയിലെ IT കമ്പനിയിൽ ജീവനക്കാരിയായ ശരണ്യയെ വ്യാഴാഴ്ച മുതലാണ് കുടകിലെ മടിക്കേരി വനത്തിൽ വെച്ച് കാണാതായത്. 12-അംഗ സംഘത്തോടൊപ്പം ട്രക്കിങ്ങിന് പോയ ശരണ്യ കാടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. വിവരമറിഞ്ഞത് മുതൽ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും വലിയ ആശങ്കയിലായിരുന്നു. കൊച്ചിയിലെ ടെക്കികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ശരണ്യയ്ക്കായുള്ള തെരച്ചിൽ വലിയ ചർച്ചയാവുകയും സഹപ്രവർത്തകർ നേരിട്ട് കുടകിലെ വനമേഖലകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഞായറാഴ്ച വൈകിട്ട് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന നിലയിൽ ശരണ്യയെ തിരച്ചിൽ സംഘം കണ്ടെത്തുകയായിരുന്നു. ശരണ്യയെ കണ്ടെത്തിയ വിവരം അറിഞ്ഞതോടെ അമ്മ ശൈലജയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അമ്മ പ്രശ്നമൊന്നുമില്ല, ഇവിടെ എല്ലാം സെറ്റാണ് എന്ന് മകൾ ഫോണിലൂടെ പറഞ്ഞപ്പോഴാണ് ദിവസങ്ങളായ മകളെ കാത്തിരുന്ന അവരുടെ സങ്കടമൊന്ന് ആറിയത്.